സ്വാഗതം മീഡിയ ഗ്രാമത്തിലേക്ക്. കേരള രാഷ്ട്രീയത്തിലെ ചാണക്യൻ കെ.എം. മാണി വിടവാങ്ങി. രാഷ്ട്രീയ കേരളം കണ്ട ഏറ്റവും ശക്തനായ രാഷ്ട്രതന്ത്രജ്ഞനും ദിഷണാശാലിയുമായ കരിങ്ങോഴക്കൽ മാണിയുടെ വിയോഗം മൂലം നഷ്ടമാകുന്നത് സാധ്യതയുടെ കലയിൽ അരനൂറ്റാണ്ടിലേറെ തകർത്താടിയ രാഷ്ട്രീയ കലാകാരനെയാണ്. രാഷ്ട്രീയ അങ്കത്തട്ടിൽ 18 പയറ്റാൻ പകരം വെക്കാനില്ലാത്ത ചാണക്യ തന്ത്രങ്ങൾ മെനയാൻ ഇനി മാണി സാറില്ല. പാലായിലെ മാണിക്യം വിട പറയുമ്പോൾ പേരിനൊപ്പം ചേർത്തുവച്ച പദവികളും അലങ്കാരങ്ങളും ഈ ലോകത്ത് ബാക്കിയാകുന്നു. കോട്ടയം ജില്ലയിലെ മീനച്ചൽ താലൂക്കിൽ 1933 തൊമ്മൻ മാണിയുടെയും ഏലിയാമ്മയുടെയും മകനായി ജനനം. മദ്രാസ് ലോ കോളേജിൽ നിന്നും നിയമബിരുദം നേടിയതിനു ശേഷം ഹൈക്കോടതി മുൻ ജഡ്ജി ടി ഗോവിന്ദമേനോന്റെ കീഴിൽ അഭിഭാഷകനായി. 1959 KPCC അംഗം. 1964 PT ചാക്കോയ്ക്കും KM ജോർജിനുമൊപ്പം കേരള കോൺഗ്രസിൽ. അതേ വർഷം നിലവിൽ വന്ന പാലാ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും 1965 മുതൽ 54 വർഷം MLA. 1975 ഡിസംബറിൽ ആദ്യമായി അച്യുതമേനോൻ മന്ത്രിസഭയിൽ അംഗമായി. അച്യുതമേനോന്റെ കൂടെ 455 ദിവസവും കെ കരുണാകരന്റെ മന്ത്രിസഭയിൽ 3229 ദിവസവും AK ആന്റണിക്കൊപ്പം 1472 ദിവസവും PKVയുടെ കൂടെ 270 ദിവസവും EK നയനാരുടെ കൂടെ 635 ദിവസവും KM മാണി മന്ത്രിയായി. അവസാനം 5 വർഷത്തോളം ഉമ്മൻചാണ്ടിക്കൊപ്പവും മന്ത്രിപദത്തിൽ തുടർന്നു. 13 തവണ നിയമസഭാ അംഗമായ KM മാണി റെക്കോർഡുകളുടെ സഹയാത്രികനായിരുന്നു. ഏറ്റവും അധികം മന്ത്രിയായതും ഏറ്റവും അധികം വകുപ്പ് കൈകാര്യം ചെയ്തതും മാണി സാർ തന്നെ. വിവാദങ്ങളുടെ തോഴൻ. പ്രതിസന്ധികളെ പൂമാല പോലെ സ്വീകരിച്ച മാണി സാർ ഏത് പ്രതികൂല സാഹചര്യത്തിലും കുലുക്കമില്ലാത്ത രാഷ്ട്രീയക്കാരനായിരുന്നു. സഹായത്തിനായി കടന്നു ചെല്ലുന്നവരോട് മാണി സാർ എന്നതാ ചെയ്യണ്ടേ എന്ന ചോദ്യത്തിൽ തന്നെയുണ്ടായിരുന്നു ആ പ്രശ്നത്തിൻ്റെ പരിഹാരങ്ങളും. കാലവും ചരിത്രവും ബാക്കിവെച്ച കണക്ക് പുസ്തകത്തിൽ നേരിൻ്റെ കയ്യൊപ്പു ചാർത്തി മാണി സാർ കാലയവനികയ്ക്ക് പിന്നിലേക്ക് മറയുമ്പോൾ അനാഥമാകുന്നത് വലിയൊരു സമൂഹമാണ്. മാണി സാറിന് മീഡിയ ഗ്രാമത്തിൻ്റെ 1 കോടി പ്രണാമം.